ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഈ ദിവസങ്ങളിൽ നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ണിക്കൊരുമ്മ അമ്മയ്ക്കുമമ്മ. ഇന്ന് എങ്ങനെയാണ് ഉണ്ണീശോയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഒരു ഉമ്മ കൊടുക്കാൻ സാധിക്കുക, ആ ഒരു വിഷയം, ആ ഒരു സാധ്യത മനസ്സിലാക്കാൻ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഉണ്ണീശോ മൊണ്ണയല്ല എന്ന യാഥാർത്ഥ്യമാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ യേശുവിനെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റുമെന്നുള്ള ചില വിചാരങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ഉണ്ണീശോ മൊണ്ണയൊന്നുമല്ല, അനന്തജ്ഞാനിയാണ്. അപ്പം അതുകൊണ്ട് ആ ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അതിൻ്റെ വെളിച്ചത്തിൽ ഈ ഉണ്ണീശോയ്ക്കൊരു ഉമ്മ കൊടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഒരു തീരുമാനമെടുക്കുന്നു. ഓണസ്റ്റി ആൻഡ് ഒതൻറ്റിസിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ ദൈവമക്കൾക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓണസ്റ്റി എന്ന് പറയുമ്പോൾ സത്യസന്ധത, ഒത്തൻറ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഈ കലർപ്പില്ലാത്ത, ഡ്യൂപ്ലിസിറ്റി ഇല്ലാത്ത യഥാർത്ഥമായ സ്നേഹം, യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം, അതെനിക്ക് ജീവിക്കണം എന്ന് തീരുമാനമെടുക്കാൻ പറ്റുമെങ്കിൽ അതിലൂടെ നമുക്ക് ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏതാനും കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. അതിനായിട്ട് നമ്മൾ വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ 3 ലെവലിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ടല്ലോ, ലൂക്കാ 2:52 യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ചരലെ മുട്ടുകുത്തി കുപ്പിച്ചില്ലെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് വരാൻ വേണ്ടി, വെറുതെ ചില കാര്യങ്ങൾ നടന്ന് ജീവിതം എളുപ്പമാകാൻ വേണ്ടി ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രായത്തിൽ വളരുന്നതോടൊപ്പം ജ്ഞാനത്തിലും നമ്മൾ വളരണം, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരണം. ഈ കാര്യങ്ങളിൽ എങ്ങും എത്താതെ വേണേൽ വയസ്സ് 70 80 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. യേശു വളർന്നതുപോലെ നമ്മൾ വളരണം. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന്, യേശുവാകുന്ന ജ്ഞാനം. 1 കൊറിന്തോസ് 1:24 വായിച്ചാൽ യേശുവാകുന്ന ജ്ഞാനം, വിശ്വസിക്കുന്നവർക്ക് യേശു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തേത് യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം. ഫിലിപ്പിയർ 3-ാം അധ്യായം അതിൻ്റെ 8-9 വചനങ്ങൾ വായിച്ചാൽ മതി. പൗലോസ്ലീഹ പറയുന്നൊരു കാര്യം, യേശുവിനെക്കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ഒരു ഉച്ഛിഷ്ടമായിട്ട് കാണുന്നു. യേശുവിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയപ്പോഴാണ് മറ്റു കാര്യങ്ങൾക്കൊന്നും അത്ര വിലയില്ല എന്നുള്ളത് പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായത്. മൂന്നാമത്തേതാണ് യേശു തരുന്ന ജ്ഞാനം, യേശു തരുന്ന അറിവ്, പഠനം. മത്തായി 11:28 വായിച്ചാലോ, അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പക്കലേക്ക് വാ, എൻ്റെ അടുത്തിരിക്കെ, എന്നിൽ നിന്നും പഠിക്ക്, അപ്പോൾ നിനക്ക് ആശ്വാസം ലഭിക്കും. കർത്താവിൻ്റെ അടുത്തിരുന്ന്, കർത്താവ് ഉപാധ്യായരുടെ അടുത്തിരുന്ന് പഠിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 46 മുതൽ വായിച്ചാൽ ഇതുപോലെ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു കാര്യം, യേശു ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്, ഭൂമിയിൽ നിന്നുള്ളവനല്ല. ഇനി അതുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഉണ്ണീശോ വെറും മൊണ്ണയൊന്നുമല്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. യോഹന്നാൻ 8:23 കർത്താവ് വെളിവാക്കുന്നുണ്ട്, ഞാൻ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്. യോഹന്നാൻ 8:36 വായിച്ചാൽ യേശു പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല, ഇവിടെയല്ല എൻ്റെ രാജ്യം, എൻ്റെ രാജ്യം സ്വർഗത്താണ്, എൻ്റെ പൗരത്വം സ്വർഗത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയ യേശുവിനെ കാണാൻ പറ്റും. നമുക്കിനി യേശു സർവജ്ഞാനിയാണ് എന്ന് വെളിപ്പെടുത്തുന്ന ചില വചനഭാഗങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 17:27 മുതൽ വായിച്ചാൽ ഒരു കടലിൽ കിടക്കുന്ന മത്സ്യങ്ങളുടെ എണ്ണം ഊഹിക്കാവുന്ന. ഇനി അങ്ങനെ ഒരുപാട് മത്സ്യങ്ങൾ, അതിൽ ഒരു മത്സ്യത്തിൻ്റെ വായിക്കാത്തിരുന്ന നാണയം കണ്ടവനാണ് യേശുക്രിസ്തു. പത്രോസിനോട് പറഞ്ഞു, നീ പോയിട്ട് ചൂണ്ടയിട്, ആദ്യം കിട്ടുന്ന ആ മീനിൻ്റെ വാ തുറക്ക്, അതിനകത്തൊരു നാണയം ഉണ്ടാവും, അത് കൊണ്ടുപോയിട്ട് ടാക്സ് കൊടുത്തോളാൻ പറഞ്ഞു. ഈ യേശുവിൻ്റെ ജ്ഞാനം എത്ര വലുതാണ് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, യേശുവിനെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവനൊരു മൊണ്ണയല്ല, ജ്ഞാനിയാണ് എന്നുള്ള യാഥാർത്ഥ്യം പോലും നമുക്ക് കബളിപ്പിക്കാൻ പറ്റത്തില്ല. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ യേശുവിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ജ്ഞാനത്തിൻ്റെ വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മർക്കോസ് 5 പിശാചുബാധനെ സമൂലം മാറ്റിമറിച്ച യേശുവിനെ അവിടെ കാണാൻ പറ്റും.
നേരത്തെ വസ്ത്രം പോലും ധരിക്കാതിരുന്നവൻ ഇന്നിപ്പോൾ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായിട്ടിരിക്കുന്ന ആ ഒരു രംഗം അവിടെ കാണാൻ പറ്റും. യോഹന്നാൻ 11 മരിച്ച ലാസറിനെ 4-ാം പൊക്കം വീണ്ടും ജീവനിലേക്ക് നയിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 5 38 വർഷം അവിടെ തളർന്നു കിടന്ന മനുഷ്യനെ രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. ലൂക്ക 8:44 വായിച്ചാലോ അവിടെ നമ്മൾ കാണുന്നു 12 വർഷം രക്തസ്രാവം പിടിച്ചു കിടന്ന ആ സ്ത്രീയെ പൊടുന്നനെ സുഖപ്പെടുത്തുന്ന കർത്താവ്. ലൂക്ക 13:16 വായിച്ചാലോ അവിടെ കാണുന്നുണ്ട് 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ആ ഒരു വ്യക്തിക്ക് മോചനം നൽകുന്ന യേശുവിനെ കാണാൻ പറ്റും. ഇതുപോലെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ. ദൈവത്തിൻ്റെ അനന്തജ്ഞാനവും ദൈവത്തിൻ്റെ അനന്തശക്തിയും വെളിപ്പെടുത്തുക. നമുക്ക് അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് യേശു എന്ന് പറയുമ്പോൾ അഭിഷിക്തനാണ്, അഭിഷേകം ചെയ്യുന്നവനാണ്. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ യേശുവിനെ സമീപിച്ച് ഈ അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായിട്ടുള്ള ശക്തിയും ജ്ഞാനവും ഉണ്ടാകും എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ഈ അഭിഷേകം ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.